തിറ ഒരു അനുഷ്ഠാന കലാരൂപമാണ്. ഇത് പ്രധാനമായും ഒരു ഭഗവതിയെ ആരാധിക്കുന്ന ചടങ്ങാണ്. ഇതിൽ ഭഗവതിയുടെ അവതാരം, ചൂട്ടുകളി, പ്രത്യേക തോറ്റങ്ങൾ, അടികൾ, താളങ്ങൾ, വാദ്യോപകരണങ്ങൾ, പ്രത്യേക വേഷവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ധാരകീവധം എന്ന പുരാണ ഇതിവൃത്തം ഇതിൽ പ്രധാനമാണ്. ഇത് ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് സാധാരണയായി നടക്കുന്നത്. സംഗീതം: ചെണ്ട, ഇലത്താളം, തുടി, പഞ്ചവാദ്യം, കുഴൽ എന്നിവയാണ് പ്രധാന വാദ്യോപകരണങ്ങൾ. നൃത്തം: കത്തിച്ച ചൂട്ടുമായി മേളത്തിനൊപ്പം താളാത്മകമായി നൃത്തം ചെയ്യുകയും ആയോധനമുറകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ചൂട്ടുകളി എന്നറിയപ്പെടുന്നു. തിറ എന്നാൽ വടക്കേ മലബാറിലെ ആരാധിക്കുന്ന ഒരു തെയ്യമാണ്. ഓരോ തിറക്കും അതിൻ്റെതായ പുരാണങ്ങളും ഐതിഹ്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, കരിഞ്ചാമുണ്ടി എന്ന തെയ്യത്തിൻ്റെ പുരാവൃത്തം മുസ്ലിം മതസ്ഥനായ ആലി എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വടക്കേ മലബാറിലെ തെയ്യാരാധനയിൽ മുസ്ലിം മതവിശ്വാസികളുടെ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നു. തിറയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ. പ്രാദേശികമായ ആരാധനാരീതി: വടക്കേ മലബാറിലെ കാവുകളിൽ തിറകൾ അരങ്ങേറുന്നു. ദേവതകളുടെ വേഷം: തിറകൾ പലപ്പോഴും ദേവതകളെ പ്രതിനിധീകരിക്കുന്ന വേഷങ്ങളാണ്. ചിലപ്പോൾ യക്ഷികൾ പോലും ദേവതകളെയും ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. വേഷം: തിറക്കോലങ്ങൾക്ക് പ്രത്യേക മുഖത്തെഴുത്തും മെയ്യെഴുത്തും ഉണ്ടാകും. ഉയരമുള്ള മുടികളും ചില പ്രത്യേകതകളാണ്. കത്തിച്ച പന്തങ്ങൾ, വാൾ, പരിച, കുന്തം, അമ്പും വില്ലും തുടങ്ങിയവ വേഷങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുന്നു. സംഗീതം: ചെണ്ട, ഇലത്താളം, തുടി, പഞ്ചവാദ്യം, കുഴൽ എന്നിവയാണ് പ്രധാന വാദ്യോപകരണങ്ങൾ. നൃത്തം: കത്തിച്ച ചൂട്ടുമായി മേളത്തിനൊപ്പം താളാത്മകമായി നൃത്തം ചെയ്യുകയും ആയോധനമുറകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ചൂട്ടുകളി എന്നറിയപ്പെടുന്നു. അനുഷ്ഠാനങ്ങൾ: എഴുന്നള്ളത്ത്, കാവുകയറൽ, വില്ലുക കെട്ടൽ, ഗുരുതി, കനലാട്ടം, കുടികൂട്ടൽ തുടങ്ങിയ നിരവധി അനുഷ്ഠാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. സന്ദർഭം: ധാരകീവധം എന്ന പുരാണ ഇതിവൃത്തമാണ് പ്രധാനമായും ഇതിൽ അവതരിപ്പിക്കുന്നത്. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിലാണ് തിറയാട്ടം നടത്തുന്നത്. ചരിത്രം: തിറയാട്ടത്തിൻ്റെ ആരംഭകാലത്തെപ്പറ്റി രേഖാപരമായ തെളിവുകൾ ലഭ്യമല്ല. തോറ്റങ്ങളും അഞ്ചടികളും വിശകലനം ചെയ്താൽ പുരാതന ജനതയെപ്പറ്റിയും രാജാക്കന്മാരെപ്പറ്റിയും പരാമർശങ്ങൾ ഉണ്ടെന്ന് കാണാം. തിറയാട്ടത്തിലെ ഗീതങ്ങൾ എല്ലാം വായ്മൊഴിയായി പകർന്നു വന്നിട്ടുള്ളതാണ്. ഇവിടെ നിലനിന്നിരുന്ന പുരാതന ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള അനുഷ്ഠാനക്രമങ്ങൾ തിറയാട്ടത്തിലും കാവാചാരങ്ങളിലും ഇന്നും ദൃശ്യമാണ്. ആര്യ ദ്രാവിഡ സംസ്കാരങ്ങളുടെ മിശ്രമാണ് ഇവിടെയുള്ളത്.